ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിക്ക് പിന്നാലെ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പലിശ മുടങ്ങിയതിന് കൊള്ളപ്പലിശക്കാർ നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയെന്നും മുസ്തഫയുടെ ആത്മഹത്യയ്ക്ക് ശേഷവും ഭീഷണി സന്ദേശം അയച്ചെന്നും വിവരം. മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രഹ്ലേഷ്, ദിവേക് എന്നിവർ ഭീഷണിപ്പെടുത്തിയതായി എഴുതിയിരുന്നു. എന്നാൽ ഇവർക്കെതിരെ പോലീസ് കേസ് എടുത്തിരുന്നില്ല. പലിശ ഇടപാടുകാരൻ പ്രഹ്ലേഷിന്റെ ഭീഷണി സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. ഗുരുവായൂർ ഒന്ന് അന്വേഷിക്കുക, പ്രൈലേഷേട്ട ആരാണ് എന്താണെന്ന്. മുന്നേ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ബദറുവിനും ഉപ്പാക്കും എല്ലാവർക്കും എന്നെ അറിയാം, നിന്റെ ഭാര്യയ്ക്ക് അറിയാം, നിന്റെ പെങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ വീട്ടിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ 13 ലക്ഷം റുപ്യ നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇന്ന് ഡേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, നല്ലൊരു ദിവസമാണ് ഇന്നേക്ക്, ദീപാവലിയും കൂടിയാണ്, ഒക്ടോബർ 20. ഒരു 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഭഗവാൻ തന്നെ സത്യം, ഞാനത് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും. മുന്നേ നിന്നെക്കാട്ടി കുറുമ്പം വാശിയുള്ള ആളാണ് ഞാൻ. നീയൊന്നും എൻ്റെ മുമ്പിലേക്ക് വിഷയമല്ല. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. അത് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ്, എനിക്ക് ആ പൈസ പോയിക്കോട്ടെ, 13 ലക്ഷം റുപ്യ അല്ലേ, ഈ വിഷയമല്ല അത് കേട്ടോ. ഓക്കെ. സാനു പറയൂ. മുസ്തഫയുടെ മരണശേഷവും ഈ കൊള്ളപ്പലിശക്കാർ ഭീഷണി തുടർന്നു എന്നതിന്റെ അവസാന ഉദാഹരണമല്ലേ, അവസാന തെളിവാണ് നമ്മളിപ്പോ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ഈ മുസ്തഫയുടെ മരണശേഷവും പലരോടും ഇതേ രീതിയിൽ സമാന നിലയിൽ ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നു. അതായത് തനിക്ക് പൈസ തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ, നിന്റെ ഭാര്യയുടെ വീടറിയാം, മക്കളെ അറിയാം എന്നടക്കമുള്ള രീതിയിൽ ഒരാളെ എത്രത്തോളം ഭീഷണിപ്പെടുത്താവോ അതിന്റെ അങ്ങേയറ്റത്തെ ശരി, സാനു പുറത്തു വന്നിട്ടുള്ളത്. ഇടപെടുകയാണ്. സാനു ആണ് വിവരങ്ങൾ നൽകിയത്.